എനിക്കുള്ളത് മൂഡ് സ്വിങ് ആണോ അതോ ഡിപ്രഷനാണോ? ഇത് നമ്മൾ എങ്ങനെ മനസ്സിലാക്കും? വളരെ ഈസി അല്ലേ? മൂഡ് സ്വിങ്സ് താൽക്കാലികമാണല്ലോ. ഡിപ്രഷൻ ഡീപ്പാണ്. മൂഡ് സ്വിങ്സ് നമുക്ക് വളരെ പെട്ടെന്ന് വരും പോകും. നമുക്ക് പെട്ടെന്ന് സന്തോഷം വരും, പെട്ടെന്ന് സങ്കടം വരും. പക്ഷേ ഏതെങ്കിലും ചെറിയ ഇൻസിഡൻറ്റ് കൊണ്ട് അല്ലെങ്കിൽ ഇപ്പോൾ നമ്മളൊന്ന് മൂഡ് ഓഫ് ആയിരിക്കുമ്പോൾ ചിലരെ കണ്ടാൽ നമുക്ക് പെട്ടെന്ന് നമുക്ക് ഹാപ്പിനെസ് വരും. അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും പോയാൽ നമുക്ക് ഹാപ്പിനെസ് വരും. ഒരു യാത്ര ചെയ്താലൊക്കെ ഹാപ്പിനെസ് വരും. അത് മൂഡ് സ്വിങ്സിൽ വളരെ കോമൺ ആയിട്ട് കാണാം. പക്ഷേ ഡിപ്രഷൻ അങ്ങനെയല്ല. ഡിപ്രഷൻ വളരെ ഡീപ്പാണ്. നമുക്ക് നമ്മളുടെ തോട്ട്സ് നമുക്ക് ഹോപ്പ് ഇല്ലാതാവുന്ന ഒരു ഫീലിലേക്ക് പോകുന്നൊരവസ്ഥയാണ് ഡിപ്രഷൻ എന്നുള്ളത്. നമുക്ക് സൂയിസൈഡ് ടെൻഡൻസി ഒക്കെ കൂടുന്നൊരവസ്ഥയാണ്. അങ്ങനെ നമ്മളുടെ ഇമോഷണലി നമ്മൾ ഭയങ്കരമായി ഡൗൺ ആയി പോകും. നമുക്ക് ചിന്തിക്കാനുള്ള ഒരു എനർജി പോലും നമ്മുടെ ബോഡിയിൽ ഉണ്ടാവണം എന്നില്ല നമുക്ക് ഡിപ്രഷനുള്ള സമയമുള്ളപ്പോൾ. അപ്പോൾ മൂഡ് സ്വിങ്സും ഡിപ്രഷനും എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാനും സാധിക്കും. കാരണം മൂഡ് സ്വിങ്സ് ടെമ്പററി ആണ്, അതിങ്ങനെ ചേഞ്ച് ആയിക്കൊണ്ടേയിരിക്കും. പക്ഷേ ഡിപ്രഷൻ ഡീപ്പാണ്, അതങ്ങനെ പെട്ടെന്ന് ചേഞ്ച് ആവില്ല. വൺസ് യു ആർ ഡിപ്രഷനിലേക്ക് പോയാൽ കുറച്ച് ബുദ്ധിമുട്ടാണ് തിരിച്ചു വരാൻ വേണ്ടി. അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു ചെറിയ സങ്കടം വരുമ്പോഴും പറയും നമ്മൾ ഞാൻ ഡിപ്രഷനിലാണ് എന്നൊക്കെ പറയും. പക്ഷേ ഡിപ്രഷൻ അങ്ങനത്തെ ഒരു സ്റ്റേറ്റ് അല്ല. ഡിപ്രഷൻ നമ്മൾ ഈ പറഞ്ഞ സൈക്കോളജി സൈക്കാട്രിക് കണ്ടീഷൻ്റെ സപ്പോർട്ടോടുകൂടിയൊക്കെ നമ്മൾ തിരിച്ചു കൊണ്ടുവരേണ്ട ഒരു സ്റ്റേറ്റാണ് ഡിപ്രഷൻ എന്നുള്ളത്. അത് കുറേ ഡീപ്പാണ്. മൂഡ് സ്വിങ്സ് എന്നുള്ളത് നമുക്കെല്ലാം നമ്മുടെ നിത്യജീവിതത്തിൽ വന്നു പോകുന്ന അവസ്ഥകളാണ്. നമുക്ക് സങ്കടം വരും, സന്തോഷം വരും, ചില സമയത്ത് ഇമോഷണൽ നമ്മൾ ഭയങ്കര വീക്കാവും. ഇതൊക്കെ മൂഡ് സ്വിങ്സ് ആണ്. അത് നമുക്ക് എല്ലാവർക്കും വരുന്നതാണ്, അത് കോമൺ ആണ്. പക്ഷേ ഡിപ്രഷൻ കോമൺ അല്ല. ഈ ഡിപ്രഷൻ എന്ന് പറയുമ്പോഴേ സാധാരണ ആളുകൾ ഇപ്പൊ ഞാൻ ഭയങ്കര ഡിപ്രസ്ഡ് ആണെന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഫ്രണ്ട്സ് ഒക്കെ പറയും ഇതൊന്നും അല്ല ഡിപ്രഷൻ പോലെയെന്ന്. അപ്പോൾ ഇഫ് യു ഹാവ് ദീസ് പ്രോബ്ലംസ് യു ആർ ഡിപ്രസ്ഡ് അല്ലെങ്കിൽ യു ഹാവ് ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാ പറയാ? അതാണ് ഞാൻ പറഞ്ഞത്, ഹോപ്പ്ലെസ് ആവും നമ്മൾ. നമ്മുടെ ജീവിതത്തിൽ നമുക്കൊന്നും ചെയ്യാനില്ല, അല്ലെങ്കിൽ നമ്മൾ ഈ ഭൂമിയിൽ എന്തിനാണ് എന്ന് ചിന്തിക്കുന്നൊരവസ്ഥ ഉണ്ടാവും. രണ്ട്, നമുക്ക് ഇടയ്ക്കിടയ്ക്ക് സൂയിസൈഡ് ടെൻഡൻസിക്കുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും. മൂന്ന്, നമ്മൾ ഹെൽപ്ലെസ് ആണെന്ന് ഫീൽ ചെയ്യും. നമ്മളെക്കൊണ്ട് ആർക്കും ഒരു ഗുണവും ഇല്ലാത്തൊരവസ്ഥയിലേക്കാണ് നമ്മൾ പോകുന്നത് എന്ന് ഫീൽ ചെയ്യും. നാലാമത്തത്, നമ്മൾ എപ്പോഴും ടയേർഡായിരിക്കും. നമുക്ക് ഒന്നിനെയും പറ്റിയും ചിന്തിക്കാനുള്ളൊരു അവസ്ഥ ഉണ്ടാവില്ല. നമുക്ക് ഒന്നിനെ പറ്റിയും നമ്മളുടെ ജീവിതത്തിൽ നല്ലതോ ചീത്തോ ഒന്നുമില്ല. എല്ലാത്തിനെ പറ്റിയും നമുക്ക് നെഗറ്റീവായിരിക്കും. നമുക്ക് പോസിറ്റീവ് എന്നുള്ളത് നമുക്ക് ഒരു സമയത്ത് നമ്മളുടെ അടുത്തേക്ക് അടുത്തേക്ക് വരില്ല. അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നെങ്കിൽ യു ആർ ഡിപ്രസ്ഡ് എന്നുള്ളതാണ്.